ഈ ഒരു കുഞ്ഞു മാങ്ങയ്ക്ക് വേറെ ഏതെങ്കിലും നാട്ടിൽ വേറെ എന്തൊക്കെ പേരുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്കാണ് കാസർഗോഡിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പി ഞാൻ കണ്ടത്. എന്നാൽ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മാങ്ങേൻ്റെ ഉപ്പിൻ്റണ്ണി എന്നാണ്. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും റെസിപ്പി കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാങ്ങ എടുത്തതുകൊണ്ട് തന്നെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വറ്റൽ മുളകെടുത്ത് ഇങ്ങനെ തീയിലൊന്ന് ചുട്ടെടുക്കണം. അതിനുശേഷം ഈ ഒരു മാങ്ങ പഴുത്ത മാങ്ങ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞെരടി അതിനകത്ത് ഈ ഒരു വറ്റൽ മുളകും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാങ്ങയ്ക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർക്കാം, പഞ്ചസാര എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് വിരവിയതിന് ശേഷം ഇത് നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാം, ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുഞ്ഞു മാങ്ങ ഉണ്ടല്ലോ, ഒഴിച്ചുകൂട്ടാൻ മാങ്ങ എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു മാങ്ങ വെച്ച് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പി ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരും താല്പര്യമുള്ളവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ എനിക്ക് വലിയ ഒരു താല്പര്യം തോന്നിയില്ല. പക്ഷെ നമ്മൾ ഈ പറയുമല്ലോ, നമുക്ക് ആദ്യം ആ പാട്ട് ആദ്യം കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, പിന്നെ കേട്ട് വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയില്ലേ, അതേപോലെ ഒരു അവസ്ഥയാണ്. ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. പിന്നെ ഇങ്ങനെ കോരി കുടിച്ചപ്പോഴുണ്ടല്ലോ ഇങ്ങനെ കോരി കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നി. ആ ഒരു ടേസ്റ്റാണ് അതിന്. നമ്മൾ ഈ പഴുത്ത മാങ്ങയിൽ ഉപ്പ് അതൊക്കെ ഇട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കുമല്ലോ, അതേപോലത്തെ ഒരു സാധനം. ഞാൻ പിന്നെ ഇത് ചോറിൻ്റെ കൂടെ ഒന്നും വേറെ കഴിച്ചില്ല. ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കോരി കുടിച്ച് കഴിച്ചതേ ഉള്ളൂ. എന്തായാലും സംഭവം കൊള്ളാൻ നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കേൾക്കുന്നത്. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി കണ്ടു നോക്കി ട്രൈ ചെയ്ത അഭിപ്രായം പറയാനും മറക്കണ്ട. ടാറ്റാ.